അയ്യോ രേണു കരയല്ലേ, അയ്യോ രേണു കരയല്ലേ. അങ്ങനെ രേണുവിന്റെ ശാരികയും സരികയും എവിക്റ്റ് ആയിരിക്കുകയാണ്. അതും ഒറ്റയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ തന്നെ ഒരു വല്ലാത്ത എവിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ്. സരികയും ശാരികയും ഒന്നിച്ചു പോയി. അത് വളരെ കോമഡി ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ശാരിക പോകുന്ന സമയമായപ്പോഴത്തേക്ക് രേണു അടുത്ത ആഴ്ച നീ ഇങ്ങ് വരണേടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാരിക പോയത്. രേണുവിന് ശരിക്കും പറഞ്ഞാൽ പോകണോ നിൽക്കണോ എന്ത് ചെയ്യണോ എന്തോ. രേണു ശരിക്കും കൂട്ടില്ലാത്തൊരു അവസ്ഥയുണ്ട്. രേണു ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എപ്പോഴും ഒരാൾ ഇങ്ങനെ വേണം. അപ്പോൾ പറഞ്ഞു വന്നത് രേണുസുതി ഇന്നലെ തൊട്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ആ കരച്ചിലിന്റെ അവസാനം കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് രേണുസുതിനെ വിളിക്കുന്നു. ഒരു ലോങ് കോൺവെർസേഷൻ ആണ് ബിഗ് ബോസും രേണുസുതിയും തമ്മിൽ സംസാരിക്കുന്നത്. ഈവൻ അത് പുറത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ ബിഗ് ബോസ് ചോദിച്ച് കുശലമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങളിലേക്ക് വരാം. അപ്പം രേണുസുതി പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, കൺഫഷൻ റൂമിലാണ്, മൈൻഡ് ടോട്ടലി കൈവിട്ട് പോകുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നത് പോലെ ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ, ഇതിവിടെ കളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേണുസുതി പറയുന്നുണ്ട് അറിയാം പക്ഷേ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മീൻസ് ബിഗ് ബോസ് പറയുന്നുണ്ട് മാനസികമായിട്ടും രേണുസുതി സ്ട്രോങ് അല്ലേ, പിന്നെ എന്താ പറ്റിയത്. അപ്പോഴത്തേക്കും രേണുസുതി പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രേണുസുതി എടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ആവാനല്ലേ ശ്രമിക്കേണ്ടത്, സ്ട്രോങ് അല്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ, അങ്ങനെ ആവാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് രേണുസുതിയെ ഒന്നുകൂടെ എനർജി കൊടുക്കാൻ ഒരൊറ്റ വാക്ക് മതി. രേണുസുതിയുടെ ഏറ്റവും വലിയ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രേക്ഷകർ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് നിങ്ങൾ നീതി പുലർത്തണം, പ്രേക്ഷകർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർ നിങ്ങളെ കാണുകയാണ് നോക്കുകയാണ്. ഇങ്ങനെ 2-3 വാക്ക് പറഞ്ഞാൽ രേണുസുതി ഹാപ്പിയാണ്. പിന്നെ രേണുസുതിയുടെ കുറച്ച് വാക്കുകൾക്ക് ഒരു പഞ്ചെന്ന് പറയുന്നത് സുധിയേട്ടൻ, എൻ്റെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ സുധിച്ചേട്ടൻ കിച്ചുവിൻ്റെ അടുത്തും ഋതപ്പൻ്റെ അടുത്തും ഉണ്ട്. ഈ തരത്തിൽ രേണുസുതിക്ക് 2-3 വാക്കുകളുണ്ട്. അപ്പം രേണുസുതി അതിങ്ങനെ പറയുകയാണ്. അതായത് ഇപ്പം ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും. കാരണം ഋതപ്പൻ എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടിയാണ്. അപ്പം സുധിച്ചേട്ടൻ പോയതുപോലെ താനും പോയി എന്നെങ്ങാനും ഋതപ്പൻ കരുതുമോ എന്നൊക്കെ രേണുസുതി ഇങ്ങനെ കുറേയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ഒരു നോർമൽ ഇമോഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളും ഒക്കെ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുമായിരിക്കാം. അങ്ങനെ കിച്ചു ഋതപ്പ എന്നൊക്കെ പറയുകയാണ്. പിന്നെ സുധിച്ചേട്ടൻ ജീവനോടെ ഉണ്ട്, അവര് കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ ഒരു കൗൺസിലറിനെ പോലെ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ആ കൺഫഷൻ റൂമിൽ ഇരുന്ന് എന്തും സംസാരിക്കാം, അങ്ങനെ സംസാരിച്ച് ഓക്കെ ആയിട്ട് പോയാൽ മതി എന്ന് രേണുവിനോട് പറയുന്നുണ്ട്. അപ്പൊ രേണു അവിടെ ഇരുന്നിട്ട് കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, സുധിച്ചേട്ടനോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഇപ്പോൾ എല്ലാവർക്കും തമാശ തോന്നാം, എന്തിനാണ് സുധിച്ചേട്ടൻ്റെ പേരെടുത്തിരുന്നത്, സുധിച്ചേട്ടൻ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ അവരുടെ ഇമോഷണൽ സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണുസുതി നല്ല ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു പോയി. ഇനി ഒരാളെ രേണുസുതിക്ക് കണ്ടു കിട്ടണമെങ്കിൽ അതിൽ ആദിലെ നൂറയായിരിക്കും ഇനി രേണുസുതിയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവരിങ്ങനെ രേണുസുതിയുടെ അടുത്തുനിന്ന് എസ്കേപ്പ് അടിച്ച് നടക്കുകയാണ്. പിന്നെ അനുമോളടുത്ത് എന്തായാലും രേണുസുതി പോകാൻ സാധ്യതയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ട് രേണുസുതിക്ക്. പക്ഷെ ഈ പ്രേക്ഷകരോട് നീതി പുലർത്തണം എന്ന് ബിഗ് ബോസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തിയ വ്യക്തിയല്ലേ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബൂസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രേണുസുതി എന്നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അവരൊരു സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രഗിൾ ചെയ്തതിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ അവർ കുറച്ചധികം ആൾക്കാരുടെ ഇടയിൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സ്റ്റേബിൾ ആയിട്ട് അവർ ലൈഫ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ബോറടിക്കും. അന്നത്തെ ആ സ്ട്രഗിൾ ഒന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു ബോറടിയാണ്. അപ്പോൾ ആ പഴയ സ്ട്രഗിൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയുമ്പോൾ ആൾക്കാർ കേട്ട് ഓ അങ്ങനെയാണോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് തിരിച്ചൊരു റെസ്പോണ്ടും കിട്ടണം. അത് രേണുസുതിക്ക് കിട്ടിയില്ലെങ്കിൽ രേണുസുതിയുടെ എനർജി എല്ലാം പോകും കേട്ടോ. അവൾ ഏതായാലും ശരി, ബിഗ് ബോസ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി താൻ നന്നായിട്ട് കളിച്ച് നിൽക്കും, പിന്നെ ഫിസിക്കലി ഒന്നും എനിക്ക് കളിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസേ എന്നൊക്കെ രേണുസുതി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര ശക്തമായിരിക്കും, ഞാൻ അങ്ങോട്ട് നന്നായിട്ട് കളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് അവിടെ നിന്ന് വലിച്ച് ഉറക്കം പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്നോട് ബിഗ് ബോസ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് രേണുസുതി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ജിസേലിനോട് വന്നിരുന്നിട്ട് രേണുസുതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നോടിങ്ങനെ ബിഗ് ബോസ് ചോദിച്ചു ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തു വന്ന പെണ്ണല്ലേ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ രേണുസുതി അതിങ്ങനെ നറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സീനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി രേണുസുതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, എന്തായാലും അവിടെ ഇരിക്കും. പിന്നെ ഇതിനൊക്കെ കുറച്ചധികം ഇമോഷണലി കുറച്ച് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും.
അല്ലാതെ ആൾക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ രേണുസുതി സംസാരിക്കത്തില്ല എന്നുള്ളത് ഈ 3 ആഴ്ച കൊണ്ട് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ രേണുസുതി ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ രേണുസുതി നല്ല കോണ്ടന്റ് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രേണുസുതിയുടെ കൺഫെഷൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ബൈ.